أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أهل الكتاب من إن تأمنه بقنطار يؤده إليك ومنهم من إن تأمنه بدينار لا يؤده إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 75-ാമത്തെ ആയത്ത്. വമിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ, വേദത്തിന്റെ അഹ്ലിൽ ഉണ്ട് അഥവാ വേദക്കാരിൽ ഉണ്ട്. മൻ, ചിലര്. ഇൻ തഅ്മൻഹു, താങ്കൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ, ബിഖിൻതാരിൻ, ഒരു കൂമ്പാരത്തിന്റെ കാര്യത്തിൽ, യുഅദ്ദിഹി ഇലൈക, താങ്കളിലേക്ക് അവൻ അത് എത്തിച്ചു തരും. വമിൻഹും, അവരിലുണ്ട്, മൻ, ചിലര്, ഇൻ തഅ്മൻഹു, താങ്കൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ, ബിദീനാരിൻ, ഒരു ദീനാറിന്റെ കാര്യത്തിൽ, ലാ യുഅദ്ദിഹി ഇലൈക, താങ്കൾക്ക് അത് വീട്ടിത്തരികയില്ല, അല്ലെങ്കിൽ എത്തിച്ചു തരികയില്ല. ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, ഇല്ലാ മാ ദുംത അലൈഹി, അവന്റെ കാര്യത്തിൽ താങ്കൾ ആയിക്കൊണ്ടേ ഇരുന്നാലല്ലാതെ, ഖായിമൻ, നിൽക്കുന്നവൻ, അഥവാ അവന്റെ കൂടെ തന്നെ നിന്നാലല്ലാതെ അത് വീട്ടിത്തരികയില്ല. ദാലിക, അത്, ബിഅന്നഹും ഖാലു, അവർ പറഞ്ഞത് കൊണ്ടാണ്, ലൈസ അലൈന, ഞങ്ങളുടെ മേലില്ല, ഫിൽ ഉമ്മിയീന, ഉമ്മിയുടെ കാര്യത്തിൽ, സബീലുൻ, യാതൊരു നടപടിയും. വയഖൂലൂന, അവർ പറയുന്നു, അലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ, അൽ കദിബ, കള്ളം, വഹും യഅലമൂൻ, അവർ അറിയുന്നവർ ആയിരിക്കെ. വേദക്കാരെ കുറിച്ച് തന്നെയാണ് ഇനിയും പറയുന്നത്. മുകളിൽ അവരുടെ ഒരു കമന്റ് വന്നല്ലോ, വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനക്കും, നിങ്ങളുടെ ദീന് പിൻപറ്റിയവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് അവര് പറഞ്ഞതിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങളുടെ ദീന് പിൻപറ്റിയവരെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവരും വിശ്വസിക്കാൻ കഴിയോ? അഥവാ ജൂതന്മാരുടെ ദീന് പിൻപറ്റിയവരെ എല്ലാവരും വിശ്വസ്തരാണോ? എല്ലാവരെയും സ്വന്തം ഇടപാടുകളുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എല്ലാവരും? അതാണ് ഈ ഉണർത്തുന്നത്. അതിൽ ആരുണ്ട്? വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅ്മൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക, അടച്ചാക്ഷേപിക്കുന്നില്ല, ഒരു കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് കൃത്യമായി വീട്ടിത്തരുന്ന വളരെ നല്ല മനുഷ്യർ ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ അവരിലുണ്ട് ഒരു ദീനാറിന്റെ കാര്യത്തിൽ, വമിൻഹും മൻ ഇൻ തഅ്മൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക, ഒരു ദീനാറിന്റെ കാര്യത്തിൽ വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് വീട്ടിത്തരികയില്ല, ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, അവന്റെ പിന്നാലെ നടന്നാലല്ലാതെ, അതിന്റെ ഒപ്പം നിന്നാലല്ലാതെ എന്നർത്ഥം. അഥവാ ഒരു കൂമ്പാരത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളുമുണ്ട്, ഒരു ഉറുപ്പ്യക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നമ്മൾ പറയില്ലേ, അത്തരം ആളുകളും ആ കൂട്ടത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ദീന് പിൻപറ്റിയവരെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഈ ചോദ്യം ഉയർത്തുകയാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശ്യം. അതുപോലെ തന്നെ ഞങ്ങള് വലിയ യഥാർത്ഥ ദീന് പിൻപറ്റുന്ന ജീവിക്കുന്നവരാണ് എന്ന അവരുടെ ഒരു വാദം ഉണ്ടല്ലോ, അതും പൊളിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത പെരുങ്കള്ളന്മാരുമുണ്ട്, എന്നാൽ സത്യസന്ധരായ മനുഷ്യരുമുണ്ട്.
സത്യസന്ധരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ അതിലേക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ സത്യം മനസ്സിലാക്കിയപ്പോൾ പിന്നെ അവിടെ സ്ഥാനമാനങ്ങൾ കാത്തു നിൽക്കാൻ തുനിഞ്ഞിട്ടില്ല. അതേ സമയത്ത് പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ മഹാകള്ളന്മാരാണ്, ഒരു ഉറുപ്പ്യക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ്. പിന്നെ എങ്ങനെ അവര് പറഞ്ഞതൊക്കെ വിശ്വസിക്കാമെന്ന് നിങ്ങൾ പറയും എന്നാണ് ചോദ്യം. ഈ നിലപാടിൽ അവരെത്താനുള്ള കാരണം എന്താണ്? ذَلِكَ بِأَنَّهُمْ قَالُوا لَيْسَ عَلَيْنَا فِي الْأُمِّيِّينَ سَبِيلٌ. ذَلِكَ بِأَنَّهُمْ قَالُوا, അങ്ങനെയുള്ള നിലപാടിൽ അവരെത്താൻ കാരണം ഖാലു അവർ പറഞ്ഞത് കൊണ്ടാണ്. അഥവാ അവരുടെ ഒരു നിലപാട് ഇതാണ്. എന്ത്? ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീലുൻ. ലൈസ അലൈന ഫിൽ സബീലുൻ ഫിൽ ഉമ്മിയീന എന്നാണ്. അഥവാ ഉമ്മിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പേരിൽ ഒരു നടപടിക്രമവും ഇല്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾക്കിടയിൽ പാലിക്കാനുള്ളതാണ്. അല്ലാതെ ഉമ്മിയുകൾ എന്ന് പറയുന്നത് അറബികളെയാണ്, അറബികളുടെ കാര്യത്തിൽ പാലിക്കാനുള്ളതല്ല. അത് വളരെ ക്ലിയർ ആയിരുന്ന സംഗതിയാണ്. മദീനയിലെ ജൂതന്മാരുടെ മുഖ്യമായ പരിപാടി പണം പലിശക്ക് കൊടുക്കലായിരുന്നു. പണം പലിശക്ക് കൊടുക്കല് ഇപ്പോഴും ബൈബിളിൽ നിരോധിക്കപ്പെട്ട സാധനമാണ്. ഇന്ന് നിലവിലുള്ള ബൈബിളിൽ പോലും അത് നിരോധിക്കപ്പെട്ട സാധനമാണ്. പക്ഷെ അന്ന് പണ്ഡിതന്മാർ ഉണ്ടാക്കി കൊടുത്ത ഒരു ഫത്വ എന്താണെന്ന് വെച്ചാൽ, പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യഹൂദനോട് പലിശ വാങ്ങാൻ പാടില്ല എന്നാണ്. ലൈസ അലൈന ഫിൽ ഉമ്മിയീന മിൻ സബീൽ. ഉമ്മികളുടെ അടുത്തുനിന്ന് പലിശ വാങ്ങുന്നതിനെതിരെ നമ്മുടെ പേരിൽ ഒരു കേസും ഇല്ല. അതുപോലെ വഞ്ചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, മുകളിൽ പറഞ്ഞ വിഷയം അതാണല്ലോ. കടം വാങ്ങിയിട്ട് സമയത്ത് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത അമാനത്തില്ലായ്മ കാണിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ അമാനത്ത് ലംഘനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ യഹൂദനെ വഞ്ചിക്കാൻ പാടില്ല എന്നാണ്. അല്ലാതെ അറബികളെ വഞ്ചിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് നിരോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷയില്ല. ഇത് ജൂതന്മാർ, ഇന്നും സയനിസ്റ്റുകൾ നടപ്പാക്കുന്ന ഒരു തിയറിയാണ്. കരാർ ലംഘനം. ഫലസ്തീനികളുമായിട്ട് തന്നെ എത്ര കരാറുകളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്, വല്ലതും പാലിച്ചിട്ടുണ്ടോ? സമാധാന കരാറിൽ ഒപ്പിടും, പിറ്റേന്ന് വന്ന് വീട്, അവരുടെ താമസ സ്ഥലങ്ങൾ ഇടിച്ചു നിരത്തും. എന്നിട്ട് കുറെ കാലം കഴിയുമ്പോൾ പിന്നെയും കരാറിൽ ഒപ്പിടും. ഈ കരാർ ലംഘിക്കുന്നതിന് ഒരു മടിയില്ലാത്തത് ഇതേ നിലപാടാണ് അന്നും ഉണ്ടായിരുന്നത്. അവരോട് കരാർ ചെയ്യൽ അവരുടെ ട്രിക്കാണ്. മുസ്ലിങ്ങളോട് കരാർ ചെയ്യൽ, പാലിക്കല് മതപരമായി ബാധ്യതയൊന്നുമില്ല, അതിനൊരു കുറ്റമില്ല. ഇതാണ് അടിസ്ഥാന നിലപാട് തന്നെ. കുറച്ചുകൂടി അപ്പുറത്ത് ആണ് യഥാർത്ഥ മനുഷ്യർ എന്ന് പറഞ്ഞത് ഞങ്ങള് ജൂതന്മാര് അല്ലെങ്കിൽ ഇസ്രായേലികളാണ്. ബാക്കിയുള്ളത് മുഴുവൻ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള കഴുതകളാണ് എന്നാണ് സിദ്ധാന്തം. അതുകൊണ്ട് അവരോട് എന്തുമാകാം. അതുകൊണ്ടാണ് ഇപ്പൊ ഫലസ്തീനിലൊക്കെ ഇപ്പോ പട്ടാളക്കാരൻ റോട്ടിൽ ഒരു കുഞ്ഞിനെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ച് അങ്ങ് മരിക്കോളം പിടിക്കുക, എന്നിട്ട് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കുട്ടി മരിക്കുന്നത്, പെടഞ്ഞ് മരിക്കുന്നത് ഇങ്ങനെ നോക്കി ചവിട്ടി, ബൂട്ട് കൊണ്ട് കഴുത്തിൽ ചവിട്ടി നിൽക്കുക. ഇതൊരു മൃഗത്തിന് പോലും സാധിക്കാത്തൊരു സംഗതിയാണ്. പക്ഷെ എന്തുകൊണ്ട് കഴിയുന്നു? ഇതേ ഖുർആൻ ഈ പറയുന്ന നിലപാടാണ്. അഥവാ അത് നന്മ, നീതി, സത്യം, ദയ, കാരുണ്യം, ഈ ജാതി അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തമ്മിൽ പാലിക്കാനുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരോട് പാലിക്കാൻ ഉള്ളതല്ല. സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ് വാക്കിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ ആ വാക്ക് നടപടിക്രമം എന്ന അർത്ഥത്തിൽ, നടപടി എന്ന് പറഞ്ഞത് തന്നെ ഒരു കയറിപ്പോണ മാർഗത്തിനല്ലേ യഥാർത്ഥത്തിൽ നടപടി എന്ന് പറയാം. നിയമപരമായ നടപടിക്ക് ആ വാക്ക് ഉപയോഗിക്കും. അങ്ങനെയാണ്, ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉമ്മയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പേരിൽ ഒരു കേസുമില്ല, എന്തുമാകാം. അവരെ വഞ്ചിക്കാം, അവരോട് പലിശ മേടിക്കാം, അവരിൽ നിന്ന് മോഷ്ടിക്കാം, അവരെ ഉപദ്രവിക്കാം. അതിനൊന്നും പടച്ചവന്റെ അടുത്തൊരു കുറ്റം ഉണ്ടാകുകയില്ല എന്ന നിലപാടാണുള്ളത്. വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവർ അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുകയാണ് അറിഞ്ഞുകൊണ്ട്. അഥവാ ഈ ഫത്വ കൊടുത്തിരിക്കുന്നത്
ആ സമൂഹത്തിലെ പണ്ഡിതന്മാരാണല്ലോ. നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത് നമുക്കകത്താണ് എന്നും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ലാത്തവരോട് ഇതൊന്നും പാലിക്കേണ്ടതില്ല എന്നും അങ്ങനെ ഫത്വ കൊടുക്കുന്ന ആളുകൾക്ക് അറിയാം ഇത് തെറ്റാണ് എന്ന്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു താല കുറ്റപ്പെടുത്തുന്നത്. മുസ്ലിം സമുദായവും ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായം ഇപ്പോ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ദിമ്മി ഇസ്ലാമിക രാഷ്ട്രത്തിലെ അമുസ്ലിങ്ങളാണല്ലോ ദിമ്മികൾ എന്ന് പറഞ്ഞത്. അവര് നിയമം അനുസരിക്കുന്നവരും നിയമസംരക്ഷണം അവർക്ക് അങ്ങോട്ട് ഓഫർ കൊടുക്കപ്പെട്ടവരും ഒക്കെയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കൽ രാജ്യത്തിന്റെയും പൗരന്മാരുടെയും ബാധ്യതയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ദിമ്മികളുടെ കാര്യത്തിൽ അവർക്ക് കിട്ടേണ്ട വിഹിതം കോഴി, ആട് പോലെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാതിരിക്കാറുണ്ട്. അവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത് ഞങ്ങൾ കൈപ്പറ്റലുണ്ട് എന്നർത്ഥം. വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച റിലീഫ് അത് ദിമ്മിക്ക് കാഫിറിനുള്ളതല്ലേ, കൊടുക്കണ്ടെന്ന് തീരുമാനിക്കലുണ്ട് ഞങ്ങൾ എന്ന് സംശയം ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങനെ പറയണത്? അത് അത് ഒരു കുറ്റമായിട്ട് ഞങ്ങൾ കാണില്ല, അതിന്റെ പേരിൽ ഞങ്ങൾക്ക് കുറ്റമൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് അഹ്ലു കിതാബ് പറഞ്ഞ അതേ വർത്തമാനമാണ്. ലൈസ അലൈന ഫിൽ ഉമ്മീന മിൻ സബീൽ, ഉമ്മീകളുടെ പേരിൽ ഞങ്ങൾക്കൊരു കുറ്റമില്ല എന്ന് പറഞ്ഞ അതേ നിലപാടാണ് നിങ്ങൾ ഈ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവരുടെ ഹക്കിൽപ്പെട്ട ഒന്നും ഇസ്ലാം അനുസരിച്ച് നിങ്ങൾക്ക് ഹലാലാകുകയില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് മോഷ്ടിക്കരുത് എന്നാണ്. അതുപോലെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും വഞ്ചിക്കരുത് എന്നാണ്. മനുഷ്യനെ മാത്രമല്ല, പണ്ഡിതന്മാര് ചിലര് മൃഗങ്ങളെ വഞ്ചിക്കുന്നതിന് പോലും എതിരാണ്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹം ഒരു ഹദീസ് ഒരാളടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ച് ചെന്നു നോക്കുമ്പോ ഇയാള് ചെയ്യുന്ന പണി, പശു കയറൂരി പോയിട്ട് അതിനെ വീണ്ടും തൊടയിടാൻ വേണ്ടിയിട്ട് ഒരു പുല്ല് കയ്യിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അതിന്റെ അപ്പുറത്ത് അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനെ പറ്റിച്ച് കഴുത്തിൽ കയറിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അത്ര കണ്ടത്. ഇമാം ബുഖാരി തിരിച്ചു പോന്നു, കാരണം ആ മൃഗത്തിനെ വഞ്ചിക്കുകയാണ് അയാള്. അങ്ങനെ വഞ്ചിക്കുന്ന സ്വഭാവമുള്ള അയാളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയാണ് അത്രേ ഇമാം ബുഖാരി റഹിമഹുള്ള ചെയ്തത്. എന്ന് പറഞ്ഞാൽ അമാനത്ത് എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയാണ്, മറ്റവൻ എങ്ങനെ എന്നല്ല. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത് ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിന്റെ അഹ്ലുകാർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്, വീട്ടിൽ കൊടുക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. അതുപോലെ ഫൽയുഅദ്ദില്ലദി ഉത്തുമിന അമാനത്തഹു, നമ്മളെ ആയത്തുൽ ദൈനിന്റെ ഒപ്പം നമ്മൾ പഠിച്ചതാണ് സൂറത്തുൽ ബഖറയിൽ. അങ്ങനെ അമാനത്തിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഇദാ ഉസ്സിദൽ അംറു ഇദാ ഉസ്സിദൽ എന്താണ് ലാ അമാനത്ത ലിമല്ല ലാ ഈമാന ലിമല്ല അമാനത്ത ലഹു, വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ശരിയായി നിർവഹിക്കാത്തവൻ ഈമാന് തന്നെ ഇല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനീന്റെ തുടക്കം. മുഅ്മിനീങ്ങൾ എന്തായാലും ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മക്കയിൽ വളരെ ഇടങ്ങാറാകുന്ന കാലത്ത് പറഞ്ഞ വർത്താനാണ്. അങ്ങനെ മുസ്ലിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചല്ല പറയുന്നതിന്റെ കാരണങ്ങളിലൊന്ന് വല്ലദീന ലി അമാനാത്തിഹിം വഅഹദിഹിം റാഊൻ, അവര് അവരുടെ അമാനത്തുകളും അഹദുകളും പാലിക്കുന്നവരാണ്. അത് വെറും പറച്ചിലല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകാൻ ഒരുങ്ങുന്ന നാളിലാണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞത്. അപ്പൊ അദ്ദേഹം ചെയ്ത പണി, ആ വീട് വളഞ്ഞവരോ അവരുടെ ബന്ധുക്കളോ ഒക്കെ ആയ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള അമാനത്ത് യഥാവിധി ഏൽപ്പിക്കുവാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. സാധാരണഗതിയിലുള്ള ഒരു ന്യായപ്രമാണം അനുസരിച്ചും
കൊല്ലാൻ വന്ന ആള് തരാനുള്ളത് ഞങ്ങൾ കൊല്ലാൻ പോയ ആള് ഞങ്ങൾക്ക് തരാനുള്ളത് തരാതെ മുങ്ങിക്കളഞ്ഞു എന്നൊന്നും ഒരാൾക്കും ആക്ഷേപിക്കാൻ കഴിയില്ല. എന്നിട്ട് പോലും അദ്ദേഹം അത് നിലനിർത്തുകയാണ്. കാരണം എന്താണ്? അല്ലമീനായിരുന്നല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വസ്തനായിരുന്നു. ആര് വഞ്ചിച്ചാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചിക്കുകയില്ല എന്നായിരുന്നു എതിരാളികളുടെ വരെ നിലപാട്. അതുകൊണ്ട് അവരും പലതും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പറയേണ്ടി വരരുത് അവസാനം മുഹമ്മദും വഞ്ചിച്ചു എന്ന ഒരു പ്രയാസം അവർ പറയാൻ ഇടവരരുത്. ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. വിശ്വസിക്കാൻ പറ്റും എന്ന വിചാരിച്ചവൻ പോലും അവസാനം വഞ്ചിച്ചു എന്ന ഒരവസ്ഥ ഒരിക്കലും പറയാൻ ഇടവരരുത് എന്ന വാശിയാണ്, എന്ന കാർക്കശ്യമാണ് ആ വാളിൻ തുമ്പിൽ കൊല്ലാൻ വീട് വളഞ്ഞിരിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്ത് നിറവേറ്റുവാനുള്ള ശ്രമം നടത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതില് എതിരാളികളാണ്, കൊല്ലാൻ വന്നവരാണ്, എന്നിട്ട് പോലും ഇല്ല. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി. ആരോടും അമാനത്ത് പാലിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് അബൂലുലുബിന് ഫൈറൂസ് ആണ്. ഈ ഫൈറൂസ് യുദ്ധത്തടവുകാരനായിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട മനുഷ്യനാണ് ഒരു കാലത്ത്. അദ്ദേഹം വിചാരണക്ക് ഖലീഫന്റെ മുമ്പിലെത്തി. വലിയ ചരിത്രമാണ്. അതില് വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചിട്ട് അത് കുടിക്കുന്നില്ല. അത് കുടിക്കുന്നതിന്റെ അത് കുടിക്കാത്തത് എന്താന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞത് ഇത് കുടിക്കണേന്റെ മുമ്പ് നിങ്ങൾ എന്നെ കൊന്നുകളയോന്ന് എനിക്ക് പേടിയാവുന്നു എന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് നിന്നെ കൊല്ലൂല എന്ന്. അതിൽ അയാൾ ആ വെള്ളം നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. ലോ പോയിന്റ്, നിയമ പോയിന്റ് അങ്ങനെയാ. അതോടുകൂടി അയാളെ കൊല്ലണ്ടെന്ന് വെക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടേണ്ട ആളായിരുന്നു. എന്തിന്? ഖലീഫ ഒരു വാക്ക് കൊടുത്താൽ, അമീറുൽ മുഅ്മിനീൻ ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കൂല എന്ന് വരരുത്. അതാണ് അമാനത്ത് എന്ന് പറഞ്ഞത്. അയാൾ ആ വെള്ളം ഒഴിച്ചു കളഞ്ഞു. പിന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെയാണ് അയാളുടെ ജീവൻ ബാക്കിയായത്. അയാളാണ് പിന്നീട് ഉമർ റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. ഇങ്ങനെ അമാനത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു വലിയ മർമ്മമാണ്. മുസ്ലിം അല്ലാത്ത അന്ന് മുശ്രിക്കായിരുന്ന ഉസ്മാൻ ബിൻ മദ്ഊൻ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. കഅബ കീഴടക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താക്കോല് വാങ്ങി തുറന്ന് ശുദ്ധീകരിച്ചു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇനി താക്കോൽ അവന്റെ കയ്യിൽ കൊടുക്കണ്ട, മുശ്രിക്കിന്റെ കയ്യിൽ, എന്റെ കയ്യിൽ തന്നേക്കൂ. പരമ്പരാഗതമായി അവർ കൈവശം വെക്കുന്ന സാധനമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോല് കൊടുത്തപ്പോ തന്നെ അമാനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കൊടുത്തത്. പണ്ട് ചോദിച്ചിട്ട് കൊടുക്കാത്ത സാധനമാണത് കഅബയുടെ താക്കോല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിൽ നിന്ന് പുറത്തു വന്നത് തന്നെ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ്. എന്നിട്ട് ആ മുശ്രിക്കായ ആളുടെ കയ്യിൽ കൊടുത്തു പരിശുദ്ധ കഅബയുടെ താക്കോല്. അയാൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ റസൂല് കൊടുക്കുമ്പോൾ അയാൾ മുശ്രിക്കിന്റെ കയ്യിലാണ് കഅബയുടെ താക്കോല് കൊടുക്കുന്നത്. എന്തിന്റെ പേരിൽ? അമാനത്തിന്റെ പേരിൽ. ഈ വിഷയത്തിലാണ് ബനി ഇസ്രായേല്യരെ അല്ലെങ്കിൽ വേദക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നത്. അവരുടെ നിലപാട് അവരുടെ മതത്തിൽപ്പെട്ടവരല്ലാത്തവരോടൊക്കെ എന്തുമാകാമെന്നാണെങ്കിൽ അത് ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന് വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ. നമ്മൾ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ലല്ലോ ഇത്, നമുക്ക് പഠിക്കാൻ കൂടി പറഞ്ഞതാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള ആക്ഷേപം നമ്മളെക്കുറിച്ച് ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും സാധനങ്ങളുമൊക്കെ യഥാവിധി നിർവഹിക്കണം. ഇദാ ഉസ്സിദൽ അമാനത്തു ഇലാ ഗൈരി അഹ്ലി ഫന്തദിരി സഅ. അമാനത്ത് അതിന്റെ യഥാർത്ഥ അഹ്ലുകാരല്ലാത്തവർക്കിലേക്ക് ചേർക്കപ്പെട്ടാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചുകൊള്ളൂ, അഥവാ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും
പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറാ. അല്ലാഹുമ്മ ജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.